പിന്നെ പരിചയം ഉണ്ടാവുമായിരിക്കും. ഞാൻ സഫ്വ, അവിടുത്തെ ലാസ്റ്റ് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇന്ന് ഇംഗ്ലീഷിലെ കുറച്ച് ജനറൽ പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ എനിക്കൊരു ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ സാധാരണ ഈ ഒരു ഇംഗ്ലീഷിൻ്റെ പേപ്പർ എന്ന് പറയുന്നത് 30 മാർക്കിനാണ് ചോദിക്കാറില്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ സബ്ജക്റ്റിന് മോർ പ്രിഫറൻസ് കൊടുത്തിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ലൈക്ക് ആദ്യം നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുണ്ടാവും, ഒരു 30 മാർക്സ് സൈക്കോളജി ഉണ്ടാവും. അതിന് തൊട്ടടുത്തായിട്ടായിരിക്കും ഈ സബ്ജക്റ്റ് പേപ്പേഴ്സ്. ഇപ്പോൾ കാറ്റഗറി 2 ആണെങ്കിൽ ഫിസിക്സ് ഓർ കെമിസ്ട്രി അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്. കാറ്റഗറി 3 നമ്മുടെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്തിൻ്റെ പേപ്പർ കിട്ടുക, അതിൻ്റെ ഒരു ഏകദേശം സൈക്കോളജി നമ്മൾ ഫില്ല് ചെയ്ത് ഏകദേശം പകുതി ആകുമ്പോഴായിരിക്കും നമുക്ക് മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയൊക്കെ പേപ്പർ കിട്ടൽ തുടങ്ങുക. അപ്പം നമ്മൾ ഒരു ധാരണ എന്ന് വെച്ചാൽ ഈ ഇംഗ്ലീഷിൻ്റെ പേപ്പറും മലയാളത്തിൻ്റെ പേപ്പറൊക്കെ ഒരു എന്തായിരിക്കും, കുറച്ചും കൂടി ടഫ് ആയിരിക്കും എന്നായിരിക്കും. ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു പൊതുവായ ധാരണ എന്ന് വെച്ചാൽ, എൻ്റെ അക്കാദമിക്കലി ഞാൻ ഇംഗ്ലീഷിന് ഭയങ്കര വീക്കായ ഒരാളാണ്. അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് എന്താണ്, ഈ ഒരു ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര ടഫായിരിക്കുന്നു. അപ്പം ഞാൻ പഠിക്കുമ്പോൾ ഞാനും ബേസിക്കലി എന്ത് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കും, നമ്മുടെ ഈ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടും സൈക്കോളജി ഓറിയൻറ്റഡ് ആയിട്ടും പഠിക്കും. പക്ഷെ എക്സാമിന് ഞാൻ കേട്ടിട്ട് എക്സാം ആദ്യമായിട്ട് അപ്പിയർ ചെയ്യുന്ന സമയത്ത് മനസ്സിലായി, നമ്മുടെ സബ്ജക്റ്റും സൈക്കോളജിയിലേറെയൊക്കെ ഉപരി ഒന്നും കൂടി ഈസി ആയിട്ടായിരുന്നു ഇംഗ്ലീഷും മലയാളമൊക്കെ വന്നിരുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു ഈ സൈക്കോളജിയും ബാക്കിയുള്ള നമ്മുടെ സബ്ജക്റ്റ് പേപ്പറൊക്കെ സോൾവ് ചെയ്ത് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് എത്തുമ്പോഴേക്കും ഓൾമോസ്റ്റ് സമയം കഴിഞ്ഞിട്ടുണ്ടാവും. ഏകദേശം ചിലപ്പോൾ നമ്മൾ ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിലായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു മലയാളം ഇംഗ്ലീഷൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ സൈക്കോളജി ഏകദേശമൊക്കെ കുറച്ചും കൂടി മൈൻഡ് ഫ്രഷായ മൂഡിൽ നമ്മൾ എഴുതേണ്ട, അത്യാവശ്യം ചിന്തിച്ച് 1-2 തവണ റീഡ് ചെയ്തിട്ട് തന്നെ നമുക്കത് ക്യാപ്ചർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ ഒരു സെഷൻ കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് പേപ്പറിൽ പോകാതെ ഒന്ന് ഇംഗ്ലീഷിനും മലയാളത്തിൻ്റെയും ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പാരഗ്രാഫ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ ഒരു പാരഗ്രാഫ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിരിക്കും. ഈ നമ്മൾ വിചാരിക്കും ഇംഗ്ലീഷൊക്കെ ഭയങ്കര നെറേറ്റീവ് ആയിട്ടുള്ള സ്റ്റോറീസും വലിയ വലിയ കാര്യങ്ങളായിരിക്കും എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ അത് വായിക്കുന്ന ഒരാൾക്ക് നോർമലി നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതിന് താഴെ 5 അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് കാണാം. ചിലപ്പം പോയം ബേസ്ഡ് ആയിരിക്കാം, ചിലത് ഡിസ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിരിക്കാം. അപ്പോൾ ഈ ഒരു സെഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ ഒരു പാരഗ്രാഫ് നമ്മൾ അത്രക്ക് ഫോക്കസ്ഡ് ആയിട്ട് വായിച്ചാലേ ആ ഒരു കംപ്ലീറ്റ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു നമ്മുടെ സൈക്കോളജിയും സബ്ജക്റ്റ് പേപ്പേഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം നമുക്ക് കിട്ടുക ഒരു 15 മിനിറ്റ് ആയിരിക്കും. ഇപ്പം ഞാനൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിരിക്കും കിട്ടുക. ഈ ഒരു സമയത്ത് നമുക്ക് ഈ മലയാളം 30 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടാവും, ഇംഗ്ലീഷും 30 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടാവും. പക്ഷെ നമ്മൾ ആദ്യം ഈ പാരഗ്രാഫ് വായിച്ച് വെച്ച് ആദ്യത്തെ ആൻസർ ചെയ്താൽ 100% ഷുവറാണ് ആദ്യത്തെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളത്. അതിൽ നിന്ന് ഒരു വിധത്തിലും നമുക്ക് എന്ത് ചെയ്യില്ല, മാർക്ക് പോകില്ല. അപ്പം നിങ്ങളോടുള്ള ഈ ഒരു സെഷൻ കൊണ്ട് എനിക്ക് മെയിനായിട്ട് റിക്വസ്റ്റ് ചെയ്യാനുള്ള കാര്യം അതാണ്. ഞാൻ ഇപ്പോൾ CTET എക്സാം ഞാൻ എഴുതിയ സമയത്ത് ഞാൻ എൻ്റെ സബ്ജക്റ്റിനോടുള്ള ഓവർ കോൺഫിഡൻസ് കാരണം എനിക്ക് എന്ത് ചെയ്ത്, ഞാൻ സബ്ജക്റ്റിൽ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്ത് എനിക്ക് അവസാനം കിട്ടിയത് ഇംഗ്ലീഷിനും ഈ ഒരു മലയാളത്തിനും വേണ്ടി ജസ്റ്റ് 15 സെക്കൻഡ്, ആ ഒരു 15 മിനിറ്റ്, ആ ഒരു 15 മിനിറ്റ് കൊണ്ട് എനിക്ക് ആ പാരഗ്രാഫ് വായിച്ച് അത്ര ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ മുന്നിലുള്ളത് 60 ക്വസ്റ്റ്യൻസാണ്. ആ ഒരു പേടി കാരണം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളോടുള്ള ഏറ്റവും വലിയ റിക്വസ്റ്റ് ആണ്, നമ്മൾ എന്ത് ചെയ്യുക, ആ പാരഗ്രാഫ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യമേ ഒന്ന് OMR ഷീറ്റിൽ ഫില്ല് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യമേ ഒന്ന് വായിച്ച്
അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതിന് ശേഷം ആ സെക്ഷൻ മാത്രം ഒന്ന് ഇതാക്കി ഒന്ന് ടിക്ക് മാർക്ക് ചെയ്ത് വെക്കുക. ഞാൻ സ്ലൈഡിൽ മിസ്സേ സ്ലൈഡ് ഷെയർ ചെയ്യുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ മിസ്സേ? ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ മിസ്സേ? ഹലോ, ഓക്കെ. അപ്പൊ ഞാൻ കാറ്റഗറി 2ലെയും കാറ്റഗറി 3ലെയും ജസ്റ്റ് സിലബസ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആദ്യത്തെ സെക്ഷൻ 15 മാർക്കിന് 15 മാർക്കിന് നമ്മുടെ കോംപ്രഹെൻഷൻ, ലാംഗ്വേജ് കോംപ്രഹെൻഷൻ, നമുക്ക് എത്രത്തോളം ലാംഗ്വേജ് അറിയാമെന്ന് മനസ്സിലാക്കണം. ഒരു പാരഗ്രാഫ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു സെക്ഷനിലായിരിക്കും നമ്മൾ ഈ പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രാഫിന്ന് കറക്റ്റായിട്ട് അതിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്താൽ മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിലുണ്ടാകും. അപ്പം അത് മസ്റ്റായിട്ട് ആരും നഷ്ടപ്പെടുത്തരുതെന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ റിക്വസ്റ്റ് നിങ്ങളോടുള്ളത്. പിന്നെ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് ഗ്രാമർ പാട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കണം എന്ന് പറയുന്നില്ല. കാരണം നമ്മൾ ഒരുപാട് ഗ്രാമേഴ്സ് പഠിച്ചതിന് ശേഷമാണെങ്കിലും അവർ ചോദിക്കുക 1-2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ പാസേജ് റീഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യുന്നതിന് നമ്മൾ അധികം ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് ആ ഒരു സമയത്ത് അവിടെ എത്തിപ്പെടുക, ആ ക്വസ്റ്റ്യൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പം അത് നഷ്ടപ്പെടാതിരിക്കാൻ തന്നെയാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഫോക്കസ് ചെയ്യാം. പിന്നീട് കുറച്ച് ക്വസ്റ്റ്യൻസ് പെഡഗോഗി ഓറിയന്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ഫിസിക്കൽ സയൻസ് ആയതുകൊണ്ട് നമ്മൾക്കറിയാം നമ്മൾ ഓപ്ഷൻ സബ്ജക്റ്റുകളൊക്കെ നമ്മളെ എന്താണ് മറ്റു ഓപ്ഷൻസുകാർ പഠിക്കുമ്പോൾ ഏകദേശം എല്ലാം സിമിലർ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കുറച്ച് പെഡഗോഗിയാണ് അവർ ചോദിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചതുമായിട്ട് ഏകദേശമൊക്കെ സാമ്യമുള്ളതായിരിക്കും. 1-2 കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിൻ്റെ മാത്രം ഓറിയന്റഡ് ആയിട്ടേ പോകുള്ളൂ. ബാക്കി എല്ലാ സെഷൻസും നമ്മൾ ജനറലാർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും പെഡഗോഗി ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏകദേശം ഒരു 15 മാർക്ക് മിനിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ മലയാളത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ പെഡഗോഗിയിലെ ഇപ്പോൾ ഒബ്ജക്റ്റിവിറ്റി, എസ്സേ ടൈപ്പ്, ഇതിൻ്റെയൊക്കെ മലയാളം വേർഷൻ ആയിരിക്കും എന്ത് ചോദിക്കുക, മലയാളത്തിൻ്റെ പെഡഗോഗിയിൽ ചോദിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ജസ്റ്റ് ഈ പെഡഗോഗി പഠിക്കുന്ന സമയത്ത് ചെറിയ രീതിയിലൊക്കെ അതിൻ്റെ മലയാളത്തിലെ അർത്ഥം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മലയാളത്തിൻ്റെ പെഡഗോഗി ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു 2 സെക്ഷനും കൂടിയും ഗ്രാമർ പാർട്ടിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പെഡഗോഗി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചോദിക്കുന്നുണ്ട്. ഇതിൽ കണ്ടില്ല, ആദ്യത്തെ സെക്ഷന് 15 മാർക്കോളം പെഡഗോഗിക്ക് പോകുന്നുണ്ട്. പിന്നെ കോംപ്രഹെൻഷൻ. അപ്പോൾ ഗ്രാമർ ഒന്നും വലിയ ഇമ്പോർട്ടൻസ് വരുന്നില്ല, നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. എബോവ് 50 നമുക്ക് എന്തായാലും നോർമലി വരുന്ന ഒരാൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇതേപോലെ തന്നെ ഇത് കാറ്റഗറി 2ൻ്റെ ആണ് ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് കാറ്റഗറി 3യിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ സിലബസ് ആണിത്. ഇതിലും 3 പാർട്ടായിട്ടാണ് ചോദിക്കുന്നത്. ഒന്ന് കോംപ്രഹെൻഷന് 10 മാർക്ക്, എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ് 10 മാർക്ക്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചെക്ക് ചെയ്യുന്നത് 10 മാർക്ക്. അപ്പോൾ ഇതിലൊന്നും എന്താണ് കമ്മ്യൂണിക്കേഷൻ അല്ല, നമ്മുടെ ഗ്രാമർ പാർട്ടിന് നമ്മളെല്ലാം ഇപ്പം ഞാനൊക്കെ ഭയങ്കര അധികം ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഗ്രാമർ ഒന്നും അധികം ഇതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭയങ്കര പേടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഈ ഒരു സെക്ഷൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ്, ലൈക്ക് നമ്മളൊരു സെഷൻ നമ്മൾ വെൽ പ്ലാൻഡ് ആയിരിക്കണം എക്സാമിന് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ഇത്ര ടൈം, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ സൈക്കോളജി പാർട്ടിലൊക്കെ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യുമ്പോൾ എന്തായാലും 1 തവണ അല്ലെങ്കിൽ മാക്സിമം 2 തവണ അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയത് ആൻസർ ചെയ്യുക. ഒരു ക്വസ്റ്റ്യന്മ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യരുത്, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാണ്ട്. അപ്പോൾ ഓക്കെ, ഇതിൽ ഈ ഒരു സെക്ഷനിൽ ഞാൻ മെയിനായിട്ട് കുറച്ച് ഭാഗങ്ങൾ, അഥവാ ഞാൻ ഫിസിക്കൽ സയൻസ് ഫിസിക്സ് ഓറിയന്റഡ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട്.
ഇപ്പോൾ സയൻസ് അല്ല ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അക്കാദമിക് ലെവല് നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഇംഗ്ലീഷിൽ വളരെ പുവറാണ്. അപ്പം അങ്ങനെ ഒരാൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും എന്നെ പോലെ ഇംഗ്ലീഷ് അധികം അറിയാത്ത ആളുകൾ എങ്ങനെയൊക്കെയാ പഠിക്കുക എന്നുള്ള രീതിയിലായിരിക്കും എൻ്റെ ഒരു പ്രസൻറ്റേഷൻ്റെ രീതി പോവുക. ഇപ്പോൾ മെയിനായിട്ട് ഇംഗ്ലീഷ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആളുകൾക്ക് മേ ബി ഇത് അത്ര വലിയ എഫക്റ്റീവ് ആകണമെന്നില്ല. പക്ഷേ ഒരു പുതുതായിട്ട് കൺസെപ്റ്റുകൾ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളുകൾക്ക് എന്തായിരിക്കും ഇത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു ഞാൻ വിചാരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുകണ് ടൈപ്സ് ഓഫ് സെൻറ്റൻസുകൾ. അഥവാ ഒരു സെൻറ്റൻസ് തന്നിട്ട് ഇത് ഏത് ടൈപ്പ് സെൻറ്റൻസുകളാണെന്ന് ചോദിക്കണം. 1-2 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ടൈപ്സ് ഓഫ് സെൻറ്റൻസിനെ 4ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, ഇമ്പരേറ്റീവ് സെൻറ്റൻസ്, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. അഥവാ ഫസ്റ്റ് വൺ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൽ നമുക്കറിയാം ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്കത് മനസ്സിലാക്കാം. എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര അത്ഭുതം, ഒരാളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണ സെൻറ്റൻസ് ആയിരിക്കും അല്ലേ. ആ ഒരു സെൻറ്റൻസിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അതിൻ്റെ എൻഡിങ് സെക്ഷൻ എന്തായിരിക്കും? ഒരു എക്സ്ക്ലമേഷൻ മാർക്കോട് കൂടിയായിട്ടേക്കാരം അത് എൻഡ് ചെയ്യുക. അപ്പോൾ അത് ഒരാളുടെ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സെൻറ്റൻസ് ആയിരിക്കും. ദെൻ വാട്ട് അബൌട്ട് ഇമ്പരേറ്റീവ് സെൻറ്റൻസ്? ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു കേട്ടനെ പഠിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഓരോ സെൻറ്റൻസ് ഉണ്ട് എന്ന് തന്നെ അറിയുന്നത്. അപ്പോൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കമാൻഡുകൾ, നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റുകൾ, ഇതിനൊക്കെ ഇത്തരം സെൻറ്റൻസ്, ഇപ്പോൾ ഡോണ്ട് സ്മോക്ക്, അത് നമ്മൾ കൊടുക്കുന്ന ഒരു ഡോണ്ട് സ്മോക്ക്, ഒരാളോട് പുക വലിക്കരുത് എന്ന് പറയുന്നത് നമ്മളൊരു കമാൻഡ് കൊടുക്കുകയാണ്. അത്തരം സെൻറ്റൻസുകളെ അങ്ങനെ, അല്ലെങ്കിൽ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യുക, അത്തരം സെൻറ്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. അതിനുശേഷം ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നോർമലി പ്രത്യേക ഒരു ട്രൂത്ത് പറയണത്, എന്തെങ്കിലും പ്രത്യേക ആശയങ്ങൾ പറയണതോ അങ്ങനത്തെ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസിനെയാണ് എന്ത് നമ്മൾ പൊതുവായിട്ട് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. ഇനി ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ ടൈപ്പ് കൈൻഡ് ഓഫ് സെൻറ്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻ്ററോഗേറ്റീവ്, അഥവാ വിച്ച്, വാട്ട്, അങ്ങനെ WH ഫോമാറ്റിൽ വരുന്ന ഹൗ, അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻ മാർക്ക് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന സെക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ ഏതൊക്കെയാണ് 4 സെൻറ്റൻസുകൾ? എക്സ്ക്ലമേറ്ററി, ഇമ്പരേറ്റീവ്, ഡിക്ലറേറ്റീവ്, ഇൻ്ററോഗേറ്റീവ്. എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ആചര്യം അല്ലേ, ഒരാളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇമ്പരേറ്റീവ് എന്ന് പറഞ്ഞാൽ കമാൻഡ് ഓർ റിക്വസ്റ്റ്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്താ നോർമലി സാധാരണ ഒരു ട്രൂത്തോ എന്തെങ്കിലും ഫാക്റ്റോ ഒക്കെ പറയുന്ന ഒരു നോർമൽ സെൻറ്റൻസ്. ഇൻ്ററോഗേറ്റീവ് എന്ന് പറയുന്നത് ഒരു എന്താണ് ക്വസ്റ്റ്യൻ മാർക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ്. അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടത് ഞാൻ ഡിസ്കസ് ചെയ്യാണ്. ഇപ്പോൾ ഈ പ്ലീസ് പുട്ട് ഔട്ട് ദ ലാമ്പ്, ആരെങ്കിലുമൊക്കെ ഒന്ന് ആൻസർ പറഞ്ഞേ. പ്ലീസ് പുട്ട് ഔട്ട് ദ ലാമ്പ്, ഇതെന്താണ് ശരിക്കും? ഇമ്പറേറ്റീവ്. ഇമ്പരേറ്റീവ് ആയി അത് റിക്വസ്റ്റ്, പ്ലീസ് പുട്ട് ഔട്ട് ദ ലാമ്പ്. അതന്നെ, നമ്മൾ എന്താണ് ഒരാളോട് റിക്വസ്റ്റ് ചെയ്യാണ് അല്ലേ. അപ്പോൾ അതൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ഹീസ് ഡൂയിങ്? വാട്ട് ഈസ് ഹീ ഡൂയിങ്? ദിസ് ഈസ് വിച്ച് സെൻറ്റൻസ്? Interrogative sentence. Interrogated, because it's a question mark kind of sentence. Next, can we be happy among those who hate us? ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാൽ അതെന്താണ്? എന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഏതൊക്കെയാണ്, ഇപ്പോൾ ഞാൻ ഈ ഒരു സെക്ഷൻ കൊണ്ട് ജസ്റ്റ് എന്തൊക്കെയാണ് കവർ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഈ ഒരു സെക്ഷൻ ഫുള്ള് കിട്ടിയെഴുതി എല്ലാ ഗ്രാമപ്പാട്ടും നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. പക്ഷേ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറ് എന്നുള്ളതിൻ്റെ നമ്മുടെ സിലബസിലെ ചില ഭാഗങ്ങൾ ഞാൻ ടൈപ്സ് ഓഫ് സെൻറ്റൻസുകൾ, ക്വസ്റ്റ്യൻ ടാഗുകൾ, പിന്നെ കുറച്ച് ഫ്രേസൽ വർബുകളുമാണ് ഞാൻ ഈ ഒരു സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ അവർ ചോദിക്കണം. നമ്മൾ ഒരുപാട് ഡീപ്പായിട്ടൊന്നും PSC ഓറിയന്റഡ് ഒക്കെ പഠിക്കണമല്ലോ. നമ്മൾ എല്ലാ വിധത്തിലും അതിൻ്റെ എല്ലാ തലത്തിലും നമ്മൾ പോകണം. ആ രീതിയിലൊന്നും ചോദിച്ച് കാണില്ല. പക്ഷെ ചോദിക്കുകയാണെങ്കിൽ തന്നെ ഈ ഭാഗത്തു നിന്നൊക്കെ 1-2 ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾ അറിയുന്ന ആളുകളാണെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്യാനുള്ള അവസരമാണ്. ബ്രിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഇത് ഏത് സെന്റൻസാ? ഇതില് അസേർട്ടീവ് സെന്റൻസ് എന്ന് പറഞ്ഞാല് ഡിക്ലറേറ്റീവ് സെന്റൻസിന്റെ വേറൊരു പേരാണ് അസേർട്ടീവ് സെന്റൻസ്. ഇപ്പൊ നമ്മൾ ഏത് ഇതിലായാലും, ഇപ്പൊ സൈക്കോളജി ആയാലും, നമ്മുടെ ഏത് സബ്ജക്റ്റ് പെഡഗോഗി ഓറിയന്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിലും നമ്മൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ചില ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ വേർഡുകൾ തന്നെ വ്യത്യാസം ഉണ്ടാവും. അതൊക്കെ ചിലപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള പാറ്റേൺസ് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് സൈക്കോളജി ഒക്കെ ചിലപ്പോൾ നമ്മൾ മിസ് തരുന്ന ആ നോട്ടിലുള്ള അതേ സെന്റൻസുകൾ മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, എക്സ്ട്രാ കുറച്ചും കൂടി നോക്കണം. കാരണം ചിലപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, പക്ഷെ അതിൻ്റെ പേരുകൾ എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ് നമ്മൾ ചിലപ്പോൾ പഠിച്ചപ്പോൾ പറഞ്ഞില്ല, പക്ഷെ എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻസിൽ അത് വന്ന്. അപ്പം ഇങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യുക, നമ്മൾ ബാക്കി 3 എന്താണ്, നമുക്ക് അറിയുന്നതാണല്ലേ. ഇപ്പം ഇമ്പരേറ്റീവ് ആയാലും ഇൻട്രോഗേറ്റീവ് ആയാലും എക്സ്ക്ലമേറ്ററി ആയാലും നമുക്ക് അറിയുന്നതാണ്. പക്ഷെ ആ മേലത്തെ സ്റ്റേറ്റ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ടതല്ലാത്ത കാരണം നമ്മൾ എന്ത് ചൂസ് ചെയ്യുക, അസേർട്ടീവ് സെന്റൻസ്. അങ്ങനത്തെ ചില ട്രിക്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടും ആൻസർ ചെയ്യാം. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു കേട്ടറ്റിനായാലും സെറ്റിനായാലും നെഗറ്റീവ് മാർക്ക് ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ ടൈം ഇല്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്തിട്ട് തന്നെ നിങ്ങൾ പുറത്തിറങ്ങുക. ചിലപ്പം ഭാഗ്യം കൊണ്ട് കിട്ടിയാൽ, അങ്ങനെ ഭാഗ്യം കൊണ്ട് കിട്ടിയ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഞങ്ങളൊക്കെ ഭൂരിഭാഗം ആളുകളും നമുക്കൊന്നും ഇംഗ്ലീഷും മലയാളം പാട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റിയില്ല, ആൻസർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് പെട്ടെന്ന് തീരുന്നതാണ്. പക്ഷെ എക്സ്പീരിയൻസ് കൊണ്ട് പറയണമെന്ന്, എത്ര ഫാസ്റ്റ് ആക്കി നമ്മൾ മൂവ് ചെയ്താലും ഇത് വായിച്ച് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അതിൽ അറിയുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ അത് വായിച്ച് ടൈം കളയും. അത് കാരണം തന്നെ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇൻ കേസ് അങ്ങനെ ഒരു ഇത് വരികയാണെങ്കിൽ കൊടുക്കുന്നതിന് മുന്നേ എല്ലാത്തിലെയും ഓരോ ബബിള് ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഞാൻ നെക്സ്റ്റ് സെക്ഷനെ ഉദ്ദേശിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻ ടാഗുകളാണ്. ഇപ്പോൾ വേണ്ടിയവർ ഒന്ന് നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ എഴുതെടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന കുറച്ച് റൂൾസ് ഞാൻ പറയാം. ഈ ഇപ്പം നമുക്കറിയാം, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറയണം, അതിനെ സ്ട്രെസ് ചെയ്തിട്ട് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടാഗ് കൊടുക്കുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഇപ്പം ഇന്ന് സ്കൂള് തുറക്കുകയാണ്, അപ്പം നമ്മൾ അല്ലേ എന്നുള്ള നമുക്കൊരു 100% ഷുവറിന് വേണ്ടിയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഈ ക്വസ്റ്റ്യൻ ടാഗിൽ പ്രധാനമായിട്ടും കുറച്ച് റൂൾസ് ഉള്ളു. ഇത് കംപ്ലീറ്റ്ലി നമ്മൾക്ക് അറിഞ്ഞാൽ അതിലുള്ള എല്ലാ സെക്ഷനും നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പം നോക്കാം. ഫസ്റ്റ് വണ്, ഫ്യൂ, ലിറ്റിൽ, ഹാർഡ്ലി, സ്കെയർലി, റെയർലി, ബെയർലി, നോ വൺ, നോബഡി, നൺ, നത്തിങ്, നെവർ. ഈ ഒരു സെന്റൻസുകളുടെയൊക്കെ പ്രത്യേകത എന്താണ്? ഇതൊക്കെ നെഗറ്റീവ് സെന്റൻസുകളാണ്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മളെ സെന്റൻസ് പാർട്ട് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിട്ട് മാറും, നെഗറ്റീവ് ആയിട്ട് മാറും. അതേപോലെ തന്നെ നമ്മുടെ സെന്റൻസ് പാർട്ട് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ടാഗ് പാർട്ട് പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു ഫ്യൂ, ലിറ്റിൽ, ഹാർഡ്ലി എന്നൊക്കെ പറയുന്നത് ഒരു നെഗറ്റീവ് വേർഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നത്തിങ്, നെവർ ഇതൊക്കെ പറയുന്നത് നെഗറ്റീവ് വേർഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യരുത്, നമ്മൾ നോട്ട് ചേർക്കരുത്. പക്ഷെ ഇൻ കേസ് എ ഫ്യൂ, എ ലിറ്റിൽ എന്നൊക്കെ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് നമ്മൾ അതിനെ പറയുകയാണെങ്കിൽ അത് നമ്മൾ പോസിറ്റീവ് വേർഡ്സ് ആയിട്ടാണ് പരിഗണിക്കുകയാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 നിയമങ്ങളും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നത്. പിന്നെ ഒരു എക്സെപ്ഷണൽ കേസാണ്, നമുക്കറിയാം നമ്മുടെ ഓക്സിലറി വെർബ്
അയാം എന്ന് വന്നാൽ നമ്മളെന്താ നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുക എന്താണ്, അയാം എന്ന് പറയുമ്പോൾ ആം നോട്ട് ആയി എന്നാ. കാരണം എന്താണ്, അവിടുത്തെ ഓക്സിലറി വെർബ് ഏതാണ്, ആമാണ്. അപ്പൊ നമ്മൾ അതിനെ നെഗറ്റീവ് ആക്കുക എങ്ങനെയാണ്, ആം നോട്ട് ആയി എന്നാ. പക്ഷെ അയാം എന്നുള്ള കേസിൽ എക്സെപ്ഷണൽ കേസാണ്. അത് വന്നാൽ ആം എന്ന് വന്നാൽ ആറിൻ്റെ ആയി. അത് പ്രത്യേക നോട്ട് ചെയ്യണം. ഇത്തരം കേസുകളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഐ ആം എന്ന് വന്നാൽ ആമിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് ആണെങ്കിൽ, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ആറിൻ്റെ ഐ എന്നാണ് കൊടുക്കുക. ഇനി എന്താണ്, ഐ ആം നോട്ട് അഥവാ അത് നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ വന്നാലോ, അത് സാധാരണ നമ്മൾ എങ്ങനെയാണോ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ചെയ്താറ് അതേപോലെ തന്നെയാണ് കൊടുക്കാറ്, ആമൈ അല്ലേ. നമ്മൾ ഏതാണോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്തുക, ഏതാണോ അതിലുള്ള ആ സെന്റൻസിലുള്ള ഓക്സിലറി വെർബ് അത് ആദ്യം എഴുതും. എന്നിട്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ, സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ നോട്ട് കൊടുക്കും. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ നോട്ട് ചേർക്കില്ല. അതിനുശേഷം ആരാണോ സബ്ജക്റ്റ് അത് കൊടുക്കും. അങ്ങനെയാണ് സാധാരണ ഒരു ക്വസ്റ്റ്യൻ ടാഗിന്റെ ഫോർമാറ്റ്. അപ്പോൾ അയാം എന്ന് വന്നാൽ ആറിൻ്റെ, ആം എന്നുള്ളതിന്റെ എന്താ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരുന്നത് ആറിൻ്റെ, അയാം നോട്ട് നെഗറ്റീവ് ആണെങ്കിൽ ആമ നമ്മൾ സാധാരണ നോർമലി എഴുതുന്ന പോലെ തന്നെ കൊടുക്കാം. ഇനി ചില സെന്റൻസുകളിലൊക്കെ രണ്ടോ അതിലധികമോ എന്താണ് ഓക്സിലറി വെർബുകൾ ഒരുമിച്ച് വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ ഓക്സിലറി വെർബാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇപ്പൊ ചില കേസിലൊക്കെ ഐ കുഡ് ഹാവ് എന്നൊക്കെ ഐ കുഡ് ഹാവ് ഇങ്ങനെ എന്തെങ്കിലും സെന്റൻസുകളൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പൊ അതിൽ കുഡും ഹാവ് എന്താണ്, രണ്ടും ഓക്സിലറി വെർബുകളാണ്. അപ്പൊ നമ്മൾ അതിൽ ആർക്കാ പ്രയോറിറ്റി കൊടുക്കുക, ആദ്യത്തെ ഓക്സിലറി വെർബ് ആരാണോ അവർക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രയോറിറ്റി കൊടുക്കുക. ഇനി വേറൊരു വ്യത്യസ്ത തരാണ് ദിസ്, ദാറ്റ്, ലിറ്റിൽ, എ ലിറ്റിൽ എന്നിവ സബ്ജക്റ്റായി വന്നാൽ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ എന്ത് ചെയ്യും, ഇറ്റ് എന്നായിട്ട് ആയിട്ടും ഇറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ദിസ്, ദാറ്റ്, ലിറ്റിൽ, എ ലിറ്റിൽ ഇങ്ങനത്തെ ഒക്കെ തുടങ്ങിയ വാക്കുകളൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, നമ്മളെ സെന്റൻസിലുള്ളതെങ്കിൽ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗിൽ ഇറ്റ് എന്നുള്ള സെന്റൻസ് വെച്ചായിട്ടായിരിക്കും തുടങ്ങുക. പിന്നെ ദയർ എന്നുള്ള ഇതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് ഉപയോഗിക്കുക, ദയർ തന്നെയായിരിക്കും. അതേപോലത്തെ സെയിം കേസാണ് വൺ ഓഫ് ദ എന്നൊക്കെ പറയുകയാണെങ്കിൽ, അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗും നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യുക വൺ വെച്ചിട്ട് തന്നെ ആയിരിക്കും. ഇനി സിമ്പിൾ ഇമ്പരേറ്റീവ് സെന്റൻസ്. എന്താണ് ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. ഇപ്പോൾ എന്തെങ്കിലും റിക്വസ്റ്റുകളാണ്, എന്തെങ്കിലും കമാൻഡുകളാണെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അത്തരം സെന്റൻസുകളിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ആ ഒരു ഇതിൻ്റെ ഫോമാറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നോക്കില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഓൾവേസ് വില്യൂ. എക്സെപ്ഷന് ഒന്നോ രണ്ടോ കേസുകളുണ്ട്. അതുപരി ബാക്കി എല്ലാ കേസുകളും സിമ്പിൾ ഇമ്പരേറ്റീവ് സെന്റൻസിൽ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് നമ്മൾ വില്യൂ ആണ് യൂസ് ചെയ്യാറ്. പിന്നെ ലെറ്റസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഷാൾ വി, അസ് വി, ലെറ്റ് അസ് എന്ന് പറയുമ്പോൾ ഷാൾ വി, അതൊന്ന് ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ലെറ്റ് മീ, വില്യൂ എന്നാവുന്ന രീതിയിൽ പഠിച്ചു വെക്കുക. അപ്പോൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ കുറച്ച് റൂൾസ്, ഇങ്ങനെ ഫ്യൂ, ലിറ്റിൽ, ഹാർഡ്ലി, സ്കെയർലി തുടങ്ങിയ വാക്കുകളൊക്കെ നെഗറ്റീവ് വേർഡ്സ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യരുത്, ക്വസ്റ്റ്യൻ ടാഗ് ആക്കുമ്പോൾ നോട്ട് ചേർക്കരുത്. പിന്നെ എ ഫ്യൂ, എ ലിറ്റിൽ അങ്ങനത്തെ ഇതിനെ നമ്മൾ പൊതുവെ പോസിറ്റീവ് വേർഡ്സ് ആയിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ അത് നെഗറ്റീവായിട്ട് എഴുതുക. പിന്നെ ഒരു എക്സെപ്ഷണൽ കേസാണ് ഐ ആം. ആം എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആറിൻ്റെ എന്നാണ് ഉപയോഗിക്കേണ്ടത്. പൊതുവെ ചോദിക്കുന്ന ഒരു സെക്ഷൻ തന്നെയാണ്. ഐ ആം നോട്ട് എന്ന് വന്നാൽ ആം ഐ എന്നാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് എഴുതാറ്. ഇപ്പോൾ സെൻറ്റൻസിൽ രണ്ടോ അതിലധികം ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഓക്സിലറി വെർബിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ദിസ്, ദാറ്റ്, ലിറ്റിൽ ഈ ഒരു കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ആയിട്ട് അത് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് ഉപയോഗിക്കും. ദയർ ആണെങ്കിൽ ദയർ തന്നെ, വണ്ണും വൺ തന്നെയാണ്. ഇനി ഇൻ കേസ് ഓഫ് സിമ്പിൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് വി ആർ ഓൾവേസ് യൂസിങ് വിൽ യു. ലെറ്റസിൻ്റെ കേസിൽ ഷാൾ വി, ലെറ്റ് മീ, വിൽ യു. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന്
പറയാം. ഷീ കുഡ് ഹാവ് കം യെസ്റ്റർഡേ. അപ്പോൾ ഒന്ന് ആൻസർ പറഞ്ഞേ. ഇതിന്റെ ഇത് നമ്മൾ പഠിച്ച ഏത് റൂളുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാൻ പറ്റും? എനിവൺ? ഷീ കുഡ് ഹാവ് കം Couldn't she, ഹിയർ ആണ് ma'am? യെസ്റ്റർഡേ. വിച്ച് ഈസ് Couldn't she? കുഡിൻ ഷീ. ഓക്കെ. ഇതിൽ ഏത് റൂളാണ് നമ്മൾ ഉപയോഗിച്ചത്? Negative rule. ലൈക്ക് ഇതില് 2 ഓക്സിലറി വെർബുകൾ ഉണ്ട് അല്ലേ? കുഡും ഹാവും 2 ഓക്സിലറി വെർബ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഫസ്റ്റത്തെ ഓക്സിലറി വെർബിനാണ് പ്രയോറിറ്റി കൊടുത്തത്. അപ്പൊ ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആയത് കാരണം നമ്മൾ എന്ത് കൊടുത്ത് കുഡ് നോട്ട് പിന്നെ ആരാണ് സബ്ജക്റ്റ്? ഷീ. അപ്പോൾ കുഡിൻ ഷീ. ഇനി ഷി ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക്. ഇവിടെയാ ഹാസിൻ ഷീ. യെസ്. ഇവിടെ ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക് എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ അതിലെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഹാസ് ആണ്. അതിന് നോട്ട് ചേർത്ത് കൊടുത്തു. ഹാസിൻ ഷീ. ഐ ആം എ സ്റ്റുഡൻറ്. ഇവിടെ ഏതായിരിക്കും കേസ്? യെസ്, ആറിൻ്റെ. ഒരു സാധാരണ നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുക? ആം നോട്ട് ആയി. പക്ഷെ അതല്ല, ആറിൻ്റെ ആയി. ഐ ആം നെവർ ഓൺ ടൈം. ഇതിലേതായിരിക്കും? വൈ? Never. നെവർ വന്നതുകൊണ്ട് എന്തായി? ആ സെന്റൻസ് മൊത്തം നെഗറ്റീവ് ആയിട്ട് മാറിയില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അയാം എന്നുള്ള പോസിറ്റീവ് കേസിൽ നമ്മൾ സാധാരണ അല്ല, നെഗറ്റീവ് കേസിൽ നമ്മൾ എങ്ങനെയാണോ നോർമൽ കേസിൽ ചെയ്താൽ അതുപോലെ തന്നെ. അപ്പോൾ ആമായി. ഷീസ് യൂസ് ടു സ്ലീപ്പിംഗ്. ഇവിടെ ഏതാണ്? Didn't she? ഡിഡിൻ ഷീ. വൈ? വിച്ച് ഈസ് ഓക്സിലറി Use വെർബ് to ഹിയർ? വന്നിട്ടുണ്ടെങ്കിൽ use to എന്ന് പറയുമ്പോൾ past അപ്പോൾ did അല്ലേ യൂസ് ചെയ്യാ? ബട്ട് നമ്മൾ കൺസിഡർ ചെയ്യ ഈസ് അല്ലേ? Okay ma'am. ഓക്കെ. Is in she. Okay ma'am. ഈസ് ഇൻ ഷീ. She. ഓക്കെ. ഐ നീഡ് ഇൻ ഗോ ദെയർ. നോർമൽ കേസിലെ സാധാരണ ഏതാണ്? ഇനി ഈ ഒരു കേസ് പറഞ്ഞ ഷീ നീഡ്സ് യുവർ നോട്ട്ബുക്ക്. ഇവിടെ എന്തായിരിക്കും? ഇവിടെ നമുക്ക് സ്പെഷ്യലായിട്ട് അവര് പ്രത്യേകം ഓക്സിലറി വെർബ് ഇന്നതാണെന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് അതിലൊരു വേർഡ് കണ്ടാൽ അതായിരിക്കും ഇതിന്റെ ഓക്സിലറി വെർബ് എന്ന് പറയാൻ പറ്റും. അത് ഏതാ വേർഡ്? Does ആണ് ma'am. ഡസ്. വൈ? Needs. നീഡ്സിന് നമുക്ക് എങ്ങനെ ഇടാം? ഡസ് നീഡ് അല്ലേ? ആ രൂപത്തിലേത്. ഇപ്പൊ നീഡഡ് എന്നാണെങ്കിൽ നമ്മൾ അവിടെ ഏതാ ഫോം ഉപയോഗിക്കുക? ഡിഡ് ആയിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ഈ ചില സെന്റൻസുകൾ അവരെന്ത് ചെയ്യില്ല, ഈ ഓക്സിലറി വെർബ് ഹിഡൻ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ തന്ന ആ ഒരു വെർബിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെ നീഡ്സ് എന്ന് കിട്ടുക എങ്ങനെയാണ്? ഡസ് എന്നുള്ള ഒരു ഇതുകൊണ്ടാണ്, ഓക്സിലറി വെർബ് കൊണ്ടാണ്. അപ്പോൾ ഡസ് ഷീ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? Doesn't she? യെസ്, ഡസിൻ ഷീ. വി നീഡഡ് യുവർ ഹെൽപ്പ്. ഈ കേസിലോ ഇവിടെയും ഓക്സിലറി വെർബ് തന്നിട്ടില്ല. അപ്പൊ എന്താണ്? Didn't ആണ്. ഡിഡിൻ വി അല്ലേ? വി ഹാവ് എ കാർ. ഇത് നോർമൽ കേസ്. എന്താണ് ആൻസർ? Haven't. യെസ്. ഇനി ഈ ഒരു കേസ് നോക്കി. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ലെറ്റ്സ് എന്ന് പറയുമ്പോ എന്താണ്? ലെറ്റ്സ് പറഞ്ഞാൽ ലെറ്റസ് അല്ലേ? അപ്പൊ നമ്മളൊരു കേസ് പഠിച്ചില്ലേ? ലെറ്റസ് എന്ന് പറയുമ്പോ ഷാൾ വി ഏക്കാരം. ഇനി ലെറ്റ് മീ ആണെങ്കിലാ will you? അപ്പൊ അതിലേതെങ്കിലും ഒന്ന് എന്ത് ചെയ്യാ? പഠിച്ചു വെക്ക. എന്നിട്ട് എന്ത് ചെയ്യാ?
നമ്മൾ മറ്റേത് അതാണെന്ന് ഓക്കെ വെക്കാം. ഇനി പ്ലീസ് ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. ഈ ഒരു കേസിലാ പ്ലീസ് ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. Will ഇത് ഏത് സെന്റൻസ് ആണ്? ഇത് ക്വസ്റ്റ്യൻ പോസിറ്റീവ് പ്ലീസ് ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. അതെന്താണ്? ഒരു ക്വസ്റ്റ്യൻ ആണോ അതോ ഒരു കമാൻഡ് ആണോ? എന്താണത്? ഇമ്പരേറ്റീവ് അല്ലേ? ആ, അത് ഇമ്പരേറ്റീവ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ഇമ്പരേറ്റീവ് സെന്റൻസിൽ എപ്പോഴും എന്തായിരിക്കും അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഏത് ഫോമാറ്റിലായിരിക്കും? പോസിറ്റീവ് ഫോർമാറ്റിൽ. Will ആ, you? വില്യൂ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആയിരിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഈ 4 ടൈപ്പ് സെന്റൻസുകൾ പറഞ്ഞ് ക്വസ്റ്റ്യൻ ടാഗുകൾ പറഞ്ഞു. അപ്പൊ ഇനി ഒരു കുറച്ച് ഫ്രേസൽ വെർബ് ഇതെങ്ങനെയാണ് സാധാരണ ഇപ്പൊ ഞാനൊക്കെ പഠിക്കാറ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ഫ്രേസൽ വെർബ്സിനെ പരിചയപ്പെടാം. ഇപ്പൊ ചില ഇതിലൊക്കെ നമ്മൾ കണക്ട് ചെയ്യും. ഒരുപാട് ഫ്രേസൽ വെർബ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. ഇപ്പൊ പുൾ ഔട്ട്, പുൾ ഓവർ, പുള്ളിന്റെ കുറച്ച് വാക്കുകളാണുള്ളത്. ഇപ്പൊ നമ്മൾ പുൾ ഔട്ട് എന്ന് പറയുമ്പോൾ ഒരു കാറ് പുറത്തുനിന്ന് പുൾ ഔട്ട്, നമ്മൾ പുറത്തുനിന്ന് ഇങ്ങോട്ട് ഔട്ടാക്കാണ്. അപ്പൊ അത് നോർമലി ഇങ്ങനെ സഞ്ചരിക്കാണ്. ടു ലീവ്. നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ മാക്സിമം കോഡ് ഉപയോഗിച്ചു അങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യങ്ങളായിട്ട് കണക്ട് ചെയ്യണ കാര്യങ്ങളൊക്കെ ഇക്കാരം നമുക്ക് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഒരു പുറത്തിറങ്ങിയിട്ട് പുള്ള്, ആ കാർ എന്ത് ചെയ്യാണ്, പുള്ള് ചെയ്യാണ്. അപ്പൊ എന്താണ്? ടു ലീവ്. അത് അവിടുന്ന് പോകുക. അങ്ങനെ ആ ഒരു സെന്റൻസ് ഒക്കെ നമുക്ക് യൂട്യൂബ്സിലൊക്കെ അങ്ങനത്തെ കോഡുകൾ ഒരുപാട് അവൈലബിൾ ആണ്. അത് നമുക്ക് ഒരുപാട് എഫിഷ്യൻസി കൂട്ടും. നമുക്ക് ഒരുപാട് സെന്റൻസുകളൊക്കെ കാണുമ്പോൾ, ഒരുപാട് ഫ്രേസൽ വെർബ്സ് ഒക്കെ കാണുമ്പോൾ അത് ഇന്നതാണെന്ന് പറയാൻ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത ഇപ്പോൾ ഞാൻ പുൾ ഔട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ആ കാറിന്റെ പുറത്തിറങ്ങിയിട്ട് ഞാൻ പുള്ള് ചെയ്യാണ്. അപ്പൊ അതെന്ത് ചെയ്യും? ടു ലീവ്. അത് അവിടുന്ന് ലീവ് ചെയ്യും. ഇനി അടുത്താണ് പുൾ ഓവർ. ഇപ്പൊ പുൾ ഓവർ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആ ഓവർ എന്നുള്ളത് കണക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഓവർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓവറായിട്ട് ആ കാർ ഉപയോഗിച്ചിട്ട് ഓവറായിട്ട് എന്തെങ്കിലും മാൽ പ്രാക്ടീസിലേക്ക് എന്തെങ്കിലും ഓവറായിട്ട് എന്തെങ്കിലുമൊക്കെ സർക്കസ് കാണിക്കുക, അങ്ങനെ എന്തെങ്കിലും ഓവർ സ്പീഡിൽ മൂവ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ചിലപ്പോൾ ലോഡ് ഓവർ ആണെങ്കിൽ നമ്മളെന്ത് ചെയ്യും? പോലീസുകാർ സൈഡിൽ മാറ്റിയിടൂലേ? അപ്പോൾ ആ ഒരു രീതി ചിന്തിക്കാം. എന്തെങ്കിലും ഓവറായിട്ട് എന്തെങ്കിലും പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടു സ്റ്റോപ്പ് യുവർ കാർ അറ്റ് ദ സൈഡ് ഓഫ് റോഡ്. അപ്പോൾ എന്ത് ചെയ്യും? അത് റോഡിന്റെ സൈഡിൽ നമ്മളോട് എന്ത് ചെയ്യും? മാറ്റിയിടാൻ പറയും. അപ്പൊ പുൾ ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ട്, അപ്പൊ ഔട്ട് നമ്മൾ കണക്ട് ചെയ്യാണ്, പുറത്തിറങ്ങിയിട്ട് നമ്മൾ പുള്ള് ചെയ്യാണ് കാറ്. അപ്പൊ എന്താ? ടു ലീവ് ആവും. ഇനി പുൾ ഓവർ എന്ന് പറയുമ്പോൾ കാറ് എന്ത് ചെയ്യാണ്? ഓവറായിട്ട് ലോഡ് ഉണ്ടായിട്ട് പോലീസ് പിടിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എന്ത് ചെയ്യാൻ പറയും? സൈഡിലിടാൻ പറയും. ടു സ്റ്റോപ്പ് യുവർ കാർ അറ്റ് ദ സൈഡ് ഓഫ് റോഡ്. ഇനി പുൾ ഡൗൺ, ഒരു ഹില്ല്, ഒന്ന് ചെരിഞ്ഞ പ്രദേശമാണെന്ന് കരുതുക. അപ്പൊ നമ്മളെ കാറ് ആ കുന്നിന്റെ മേലെയാണ് നിൽക്കുന്നത്. അപ്പൊ പുൾ ഡൗൺ, നമ്മൾ അവിടുന്ന് എന്ത് ചെയ്യാണ്? താഴോട്ട് അത് പുള്ള് ചെയ്യാണ്. അപ്പൊ എന്താ? ടു ഡിമോളിഷ്, അത് നശിച്ചു പോകും അല്ലേ? താഴെത്തുമ്പോൾ എന്ത് ചെയ്യും? അതെന്തായാലും നശിച്ചു പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ കാറ് പുൾ ഡൗൺ, മേലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുക? പുള്ള് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് നശിച്ചു പോയി. ടു ഡിമോളിഷ്. ഇനി പുൾ അപ്പ്, ഒരു ചെരിഞ്ഞ പ്രദേശമാണ്. അപ്പം നമ്മൾ മാക്സിമം ഫോഴ്സ് ഒക്കെ കൊടുത്തിട്ട് പുൾ അപ്പ്, നമ്മൾ മുകളിലേക്ക് ചെയ്യും. ടു സ്റ്റോപ്പ്, അതിന്റെ എൻഡിൽ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആവും. ആ രീതിയിൽ അത് കണക്ട് ചെയ്യാം. ഇനി പുൾ ടുഗദർ. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും അല്ലേ, ടുഗദർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി. കോപ്പറേറ്റ് ഇൻ ദ ടാസ്ക്. ആ ടാസ്കിൽ എന്ത് ചെയ്യാം? നമ്മളെല്ലാവരും കൂടി ആ ടാസ്ക് ചെയ്യാണ്. ടുഗദർ എന്നുള്ളത് കോപ്പറേറ്റ് എന്നുള്ളതായിട്ട് കണക്ട് ചെയ്യാം. ഇപ്പൊ ഈ പുള്ളിന്റെ ഒരിതും ഇപ്പൊ ഞാൻ 5 പുള്ളിന്റെ കൺസെപ്റ്റുകളാണ് പറഞ്ഞത്. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഓരോ കൺസെപ്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഇപ്പൊ ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കാറിന്റെ പുറത്തിറങ്ങിയിട്ട് പുള്ള് ചെയ്യാണ്. അപ്പൊ അത് ടു ലീവ്, അത് അവിടുന്ന് പോകും.
ഇനി പുൾ ഓവർ എന്നുള്ള സ്റ്റേറ്റ്മെന്റുമ്പോൾ പിടിക്കുക. ഓവർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കാറിന് ഉള്ളിൽ അല്ലെ ആളുകളുടെ എണ്ണമൊക്കെ കൂടിക്കഴിഞ്ഞാൽ പോലീസുകാരൻ പറയുന്നത് ഒന്ന് സൈഡാക്കിയിട്ട് ടു സ്റ്റോപ്പ് യുവർ കാർ അറ്റ് ദ സൈഡ് ഓഫ് ദ റോഡ്. ഇനി പുൾ ഡൗൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്തായാലും ഹിൽ ടോപ്പ് ഏരിയ, ഒരു കുന്ന് ആലോചിക്കുക. പുൾ ഡൗൺ നമ്മൾ ആ കുന്നിൻ്റെ മേലെ നിന്നിട്ട് നമ്മൾ കാർ എന്താണ് പുൾ ഡൗൺ ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യും, അത് താഴെ എത്തുമ്പോൾ എന്തായാലും അത് നശിച്ചു പോകും. അതാണ് ടു ഡെമോളിഷ്. ഇനി അടുത്തത് പുൾ അപ്പ്. നമ്മൾ എന്ത് ചെയ്യാണ്, മേലോട്ട് എടുക്കുകയാണ്. ഒരു ചെരിഞ്ഞ പ്രദേശത്ത് നിന്ന് അതിന് താഴത്ത് നിന്ന് നമ്മൾ പുൾ അപ്പ് ചെയ്യാണ്. അപ്പോൾ അത് മേലെത്തുമ്പോൾ എന്ത് ചെയ്യും, ടു സ്റ്റോപ്പ്. ഇനി ഈ ഒരു ടാസ്ക് നമ്മൾ എന്ത് ചെയ്യാണ്, എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ പുൾ ടുഗദർ, കോപ്പറേറ്റിംഗ് ടാസ്ക്. അപ്പോൾ പുള്ളിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ, കുറച്ച് ടിപ്സും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കണം. ഇനി അടുത്തത് കോൾ ഓൺ, കോൾ അറ്റ്, കോൾ അപ്പ്, കോൾ ഓഫ്, കോൾ ഫോർ. ഇതും കുറച്ച് ചെറിയ രീതിയിൽ. ഇപ്പം ഈ ഒരു ഫ്രേസൽ വെർബിൻ്റെ ഒക്കെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് എല്ലാ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റേക്കാർ അവർ തരിക. പക്ഷെ നമുക്ക് ചിലപ്പോൾ കോളോണ്, പൊട്ടോണ്, എന്താണ് പല രീതിയിലുള്ള ഓണ് തരുമ്പോൾ നമുക്ക് ഇതിൽ ഏതാണെന്ന് കണക്ട് ചെയ്യാൻ ഭയങ്കര അധികം ബുദ്ധിമുട്ടേക്കാരം. അപ്പം അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടേതായ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നതായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, കോഡുകൾ കണക്ട് ചെയ്ത് പഠിക്കുക. ഫസ്റ്റ് ഇതാണ് കോൾ ഓൺ. കോൾ ഓൺ എന്ന് പറയുമ്പോൾ വിസിറ്റ് എ പേഴ്സൺ. നമ്മളറിയാലേ, നമ്മൾ ഒരു ആളെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഞാനൊരു പുതിയ വീട്ടിൽ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് ആളെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുക, അയാളെ കോളിംഗ് ബെല്ല് എന്ത് ചെയ്യും, ഓൺ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ കണക്ട് ചെയ്യുക. വിസിറ്റ് എ പേഴ്സൺ നമ്മൾ എന്ത് ചെയ്യും, കോൾ ഓണ്, നമ്മൾ കോളിംഗ് ബെല്ല് ഓൺ ചെയ്യും. ഇനി കോൾ അറ്റ് എന്ന് പറയുമ്പോൾ വിസിറ്റ് എ പ്ലേസ്. അത് നമുക്കറിയാലേ, നമ്മൾ സാധാരണയായിട്ട് പ്ലേസുകളുടെ ഒക്കെ മുന്നിൽ ഏത് പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക, അറ്റ് എന്നുള്ളത്. അപ്പോൾ വിസിറ്റ് എ പ്ലേസ് എന്നുള്ളതും അറ്റ് എന്നുള്ളതും കണക്ട് ചെയ്യുക. ഇനി കോൾ അപ്പ്, നമ്മളിങ്ങനെ മേലേക്ക് ഇങ്ങനെ എന്താണ് ആലോചിച്ചിരിക്കുക, മേലേക്ക് ഇങ്ങനെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അപ്പ്, നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കുക എന്നുള്ള ഒരു ആശയമൊക്കെ എടുത്തിട്ട് റീകളക്ട് എന്നുള്ളത് ഒന്ന് കണക്ട് ചെയ്യാം. പിന്നെ കോൾ ഓഫ് എന്ന് പറയുമ്പോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ, ആ രീതിയിലൊന്ന് കണക്ട് ചെയ്യുക. കോൾ ഫോർ ഡിമാൻഡ്, ചില കൺസെപ്റ്റുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അത് ആ ഒരു രീതിയിൽ തന്നെ പഠിക്കുക. ഞാൻ ഇവിടെ ഒന്നുകൂടി പറയാം. കോൾ ഓൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു പുതിയ വീട്ടിൽ പോകുമ്പോൾ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരു പേഴ്സണെ കോളിംഗ് ബെല്ല് ഓൺ ചെയ്യും, അതാ ഓക്കെ. കോൾ അറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, വിസിറ്റ് എ പ്ലേസ്. നമ്മൾ എന്ത് ചെയ്യാം, അതിലെ പ്ലേസിന് ഓൾവേസ് നമ്മൾ എന്താണ്, അറ്റ് എന്നുള്ള പ്രിപ്പോസിഷൻ കൊണ്ടായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ കോൾ അറ്റ് എന്ന് പറയുമ്പോൾ വിസിറ്റ് എ പ്ലേസ്. ഇനി കോൾ അപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുന്നതാണ് എന്ത്, കോൾ അപ്പ് എന്ന് പറയുന്നത്. ഇനി കോൾ ഓഫ് എന്ന് പറയുന്നത് ഓഫ് കണക്ട് ചെയ്യുക, ക്യാൻസൽ സംതിങ്. കോൾ ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ്. ഇനി അടുത്ത കുറച്ച് ടിപ്പ് നോക്കാം. ബ്രേക്ക് ഇൻറ്റു എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു സാധനം ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, മാക്സിമം നമ്മളെ കൊണ്ട് കഴിയണ അത്രയും മാക്സിമം ഫോഴ്സ് കൊടുത്തിട്ടായിരിക്കും അതൊരു സാധനം ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുക. ബ്രേക്ക് ഇൻറ്റു എന്ന് പറയുമ്പോൾ എങ്ങനെ ബ്രേക്ക് ചെയ്യാം, നമ്മൾ ഫോഴ്സ്ഫുള്ളി, നമ്മൾ ഭയങ്കര ഫോഴ്സ് കൊടുത്തിട്ട് ചെയ്യുന്ന കാര്യമാണ് ഉദ്ദേശിക്കുക. പിന്നെ ബ്രേക്ക് ഡൗൺ, സ്റ്റോപ്പ് ഫങ്ഷൻ. നമുക്കറിയാലോ, നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ, അപ്പോൾ നമുക്ക് ആ ഒരു വാക്ക് എന്തായാലും സുപരിചിതമായിരിക്കും. ബ്രേക്ക് ഡൗൺ. ഇപ്പോൾ ബസ് ബ്രേക്ക് ഡൗൺ ആകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫങ്ഷനിങ് എന്താണ്, സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലൊന്ന് കണക്ട് ചെയ്യാം. പക്ഷേ ഈ ബ്രേക്ക് ഡൗൺ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന വാക്കാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സെൻറ്റൻസിൽ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു, പക്ഷെ നമ്മൾ ഒന്ന് ഓർത്ത് വെച്ചാൽ, നമ്മൾ ഇത് ഇന്നതാണെന്നൊന്ന് കണക്ട് ചെയ്തൊന്ന് ഓർമ്മിപ്പിച്ച് വെച്ചാൽ ഡെഫിനറ്റ്ലി നമുക്കത് ഓർമ്മ വരും. ഓക്കെ. ഇനി ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് സഡൻലി. ബ്രേക്ക് എവേ എന്ന് പറയുമ്പോൾ എസ്കേപ്പ്. ബ്രേക്കപ്പ് അല്ലേ, നമ്മൾ എന്തെങ്കിലും അഫെയർ ഒക്കെ ആകുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ ബ്രേക്കപ്പ് എന്ന് പറയലുണ്ട്. അപ്പോൾ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ കം ടു ആൻ എൻഡ്, ഒരു ഇതിൻ്റെ അവസാനം എന്നുള്ള ഒരു മീനിങ്.
ഇപ്പൊ ബ്രേക്ക് ഇൻറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഭയങ്കരമായിട്ട് ഫോഴ്സ്ഫുള്ളി അതെന്ത് ചെയ്യണം, നമ്മൾ അത്ര അധികം ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ ബ്രേക്ക് ഇൻറ്റു എൻറ്റർ ഫോഴ്സ്ഫുള്ളി. ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ഫങ്ഷനിങ്. എന്ത് ചെയ്യുക, സാധാരണ നമ്മൾ ബസ്സിൻ്റെ കേസ് ആലോചിക്കുക. ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫങ്ഷൻ സ്റ്റോപ്പ് ചെയ്യുക. ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് സഡൻലി. ബ്രേക്ക് അവേ എസ്കേപ്പ്. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ കം ടു ആൻ എൻഡ്. ഇനി ലാസ്റ്റ് ഞാൻ എടുത്തതിൽ ലാസ്റ്റാണത് ടേക്കിൻ. ടേക്കിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾ ഉള്ളിലേക്ക്, ഇപ്പോൾ ഒരാൾ വീട്ടിലേക്ക്, നമ്മളെ വീട്ടിലേക്ക് വന്നിക്കാണ്. അപ്പം അയാളെ നമ്മൾ ടേക്കിൻ എന്ന് പറയുന്നത് ഉള്ളിലേക്ക് എടുക്കുകയാണ്. ചിലപ്പോൾ അത് പോസിറ്റീവ് പർപ്പസിനായിരിക്കാം, ചിലപ്പോൾ അത് നെഗറ്റീവ് പർപ്പസിനായിരിക്കും. അപ്പോൾ നമ്മൾ ടു ഡിസീവ് എന്ന് പറഞ്ഞാൽ അയാളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഒരാളെ നമ്മൾ നെഗറ്റീവ് ഇതിൽ ആലോചിച്ചാൽ ടേക്കിൻ ഒരാളിങ്ങനിട്ട് എടുക്കുകയാണ്. അപ്പോൾ എന്താണ്, നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ടു ഡിസീവ് അയാളെ ചതിക്കാനാണ് എന്നുള്ളത്. ടു ഡിസീവ് എന്ന് പറഞ്ഞാൽ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഇനി ടേക്ക് ടു, ഇപ്പോൾ എന്തെങ്കിലും ഡ്രിങ്ക്സ്, നമ്മൾ കള്ളു കുടിക്കുകയാണെന്നുള്ള കേസാണ് ഞാനൊരു വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ടേക്ക് ടു എന്ന് പറഞ്ഞാൽ ഒരു 2 ഗ്ലാസ്സൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ബിക്കം അഡിക്റ്റഡ്. അവർ എന്ത് ചെയ്യും, ഇതിനായിട്ട് അഡിക്റ്റ് ആകും. ടേക്ക് 4 എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അധികം ഓവർ ആവില്ലേ, അപ്പോൾ അതൊരു മിസ്റ്റേക്കാണ്. അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ടേക്കിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ ഉള്ളിലേക്ക് എടുക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ട്, ടു ഡിസീവ്, അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ടേക്ക് 2 എന്ന് പറഞ്ഞത് 2 ഗ്ലാസ് കുടിക്കുക, എന്തിന്, അപ്പോൾ അത് നമ്മളെന്താവും, ബിക്കം അഡിക്റ്റഡ്, നമ്മളതിനായിട്ട് അഡിക്റ്റ് ചെയ്യും. ടേക്ക് 4, അപ്പോൾ 4 കുടിക്കുകയാണെങ്കിൽ എന്താവും, അതൊരു മിസ്റ്റേക്ക് ആവും. ഇനി ടേക്ക് ഡൗൺ, അത് നമ്മൾ പ്രത്യേകം പഠിക്കുക. ടേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ റൈറ്റ് ഡൗൺ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, നോർമലി നമ്മൾ കുട്ടികളോടൊക്കെ പറയുമ്പോൾ ടേക്ക് ഡൗൺ എന്നൊക്കെ ഉപയോഗിച്ചാൽ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻ്റൊക്കെ ഒന്നുകൂടി നമ്മൾ ഫ്രേസൽ വെർബൊക്കെ ഒന്ന് പഠിക്കുന്നു ഉദ്ദേശിക്കുന്നു. ഇനി അടുത്തത് ടേക്ക് ഓഫ്. ടേക്ക് ഓഫ് പറയുമ്പോൾ എന്താണ്, നമുക്കറിയാമല്ലേ, ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്യാന്ന് നമുക്കറിയാം. അപ്പോൾ ടു ലീവ്, അപ്പോൾ അത് നമ്മൾ നോർമലി ജനറലി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. അപ്പോൾ അതിനായിട്ടൊന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ടേക്ക് ആഫ്റ്റർ, അതൊരു പുതിയ വേർഡാണ്. ടേക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ റിസംബിൾ, മറ്റുള്ളവരായിട്ട് എന്ത് ചെയ്യുക, താരതമ്യം ചെയ്യണതിനാണ് എന്ത്, റിസംബിൾ, സാമ്യപ്പെടുത്തുന്നതിനാണ് എന്ത് പറയുക, ടേക്ക് ആഫ്റ്റർ എന്ന് പറയാം. ഇനി ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അത് ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്ന് പറയുമ്പോൾ കൺസിഡർ, പരിഗണിക്കുക. ഇപ്പോൾ ടേക്ക് ഇൻ എന്ന് പറയുമ്പോൾ ടു ഡിസീവ്, നമ്മൾ ഒരാളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് എടുക്കുക. ടേക്ക് 2 2 കുടിച്ചാൽ ബിക്കം അഡിക്റ്റഡ്, നമ്മൾ അതിനെ അഡിക്റ്റ് ആവും. ടേക്ക് 4 എന്ന് പറയുമ്പോൾ 4 കുടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതൊരു മിസ്റ്റേക്ക് ആയിരിക്കും. ടേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റ് ഡൗൺ. ടേക്ക് ഓഫ് എന്ന് പറയുമ്പോൾ ടു ലീവ്. ടേക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ റിസംബിൾ. ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ പരിഗണിക്കുക. ഞാൻ ഈ ഒരു ഫ്രേസൽ വെർബിൻ്റെ സെഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് എന്തുമായിട്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഞാൻ ഈ രീതിയിലാണ് എക്സാമിന് പഠിച്ചു പോയത്. കുറച്ചൊക്കെ എല്ലാം ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ എനിക്ക് കാറ്റഗറി 2-ലായാലും 3-ലായാലും ഞാൻ ഒട്ടും കംഫർട്ട് അല്ലായിരുന്നു ഈ ഒരു ഫ്രേസൽ വെർബിൻ്റെ സെക്ഷനിൽ. പക്ഷെ ഈ രീതിയിൽ എനിക്ക് പഠിച്ചപ്പോൾ എന്ത് ചെയ്തു, ഒന്ന് കണക്ട് ചെയ്യാനും പറ്റി, ഈസിയായിട്ട് റിമെമ്പർ ചെയ്യാനും പറ്റി. അപ്പോൾ ഈ രീതിയിൽ പഠിച്ചപ്പം എനിക്ക് നല്ല രീതിയിൽ കോൺഫിഡൻറ്റോട് കൂടി ആൻസർ ചെയ്യാനും പറ്റി. അപ്പോൾ ഈ ഒരു രീതി പരിചയപ്പെടുത്തുക എന്ന് മാത്രമാണ് ഞാൻ ഈ ഒരു സെക്ഷനോട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ പല ആളുകൾക്കും പല രീതികളായിരിക്കും പഠിക്കാൻ ആഗ്രഹം. അപ്പോൾ ഞാൻ പഠിച്ച രീതി എനിക്ക് നിങ്ങളായിട്ടൊന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞതൊക്കെ ആയിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തിയിട്ട് ആൻസർ പറയാം കേട്ടോ. ആഫ്റ്റർ ദ സെക്യൂരിറ്റി ചെക്ക് ദ ഫ്ലൈറ്റ് എന്താണ്, ഇപ്പോൾ ചില കേസിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ടേക്ക്, അതിൻ്റെയൊക്കെ പാസ്റ്റിലൊക്കെ ചോദിക്കട്ടോ. പക്ഷേ അതിൻ്റെ അർത്ഥത്തിലൊന്നും നമ്മൾ പഠിച്ച കാര്യങ്ങളിലൊന്നും വലിയ വേരിയേഷൻ ഉണ്ടാവില്ല. ആഫ്റ്റർ ദ സെക്യൂരിറ്റി ചെക്ക് ദ ഫ്ലൈറ്റ് എന്താണ്, ടുക്ക് ഓഫിലെ നമുക്ക് പഠിച്ച് നമ്മൾ സാധാരണ അത് തന്നെയാണ്. ഇനി ഹി റിസംബിൾസ് ഹിസ് ഫാദർ മീൻസ്, റിസംബിൾ എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ഒന്ന് കണ്ടല്ലോ, അത് ഏത് വേർഡായിട്ട് ഇനി ടേക്ക് ആഫ്റ്റർ. അപ്പോൾ ഹി ടേക്സ് ആഫ്റ്റർ ഹിസ് ഫാദർ. ഇതിൽ
ഇപ്പൊ ഹി റിസംബിൾസ് ഹിസ് ഫാദർ. ഇതിലെല്ലാതും നമുക്കറിയാം. ഇനിയിപ്പോ ഇത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ എന്താ ചെയ്യാൻ പറ്റില്ല, നമുക്കിതിൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചെടുക്കുക. ഇത് വി വിൽ ക്യാൻസൽ ദ ട്രിപ്പ് ഇഫ് ദ വെദർ ഈസ് ബാഡ്. റീപ്ലേസ് ദ അണ്ടർലൈൻ വേർഡ് വിത്ത് കറക്റ്റ് ഫ്രേസൽ വെർബ്. ഏതാണ്? ക്യാൻസൽ. നമ്മൾ കണക്ട് ചെയ്തില്ലേ, ഓഫ് ക്യാൻസലുമായിട്ട്. രജി പ്ലാൻസ് ടു ഡാഷ് ഹെർ ന്യൂ ഡ്രസ് ഓൺ ദ ബർത്ത്ഡേ പാർട്ടി. നമ്മൾ സാധാരണ ഉപയോഗിക്കണ ഒന്നാണ്. ഏതാണ്? ചെറുപ്പം മുതലേ നമ്മൾ പഠിക്കുന്നതാണ്, പുട്ട് ഓൺ അല്ലേ. സോ ഞാൻ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് ഈ രീതിയിൽ പഠിച്ചാൽ ഒന്നും കൂടി ഈസി ആകും എന്നാണ്. അപ്പോൾ ഏകദേശം ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി ഇനി വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. അപ്പോൾ ഒന്നും കൂടി ഞാൻ സയൻസ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് എനിക്ക് തന്നെ അത്യാവശ്യം ടൈം എടുക്കേണ്ടി വന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും എക്സാം റിലേറ്റഡ് ആയിട്ട് ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാണ്, ഇംഗ്ലീഷ് സാധാരണ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ഒട്ടും സമയം കിട്ടാറില്ല. അഥവാ നമ്മളെ ഒരു കൺസെപ്റ്റാണ് നമുക്ക്. ഇപ്പോൾ ഞാൻ സി.ടെക് ചെയ്തിട്ടുള്ള ഒരു അനുഭവം പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഫിസിക്സും കെമിസ്ട്രിയിലും ഞാൻ കോൺഫിഡൻ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമ്മളെ ലെവലൊക്കെ വേറെ ആയിരിക്കും. അതുമ്മ ഒരുപാട് ടൈം ഇരുന്ന്, മാത്സ് ആണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കേട്ടറ്റിൻ്റെ അതേ റേഞ്ച് ആയിരിക്കും സി.ടെക് എന്ന്. പക്ഷേ ഒന്നും ആൻസർ കിട്ടാത്ത രീതിയായിരുന്നു മാത്സിനുണ്ടായത്. അപ്പം അതിനൊക്കെ ഒരുപാട് സമയം മിസ്സായി പോയി. പക്ഷെ എനിക്ക് അവസാനം എത്തിയപ്പോൾ ഇംഗ്ലീഷോ ഇതൊന്നും എഴുതാൻ സാധിച്ചില്ല. ക്വസ്റ്റ്യൻ ഒരു തവണ വായിക്കാൻ പോലും നേരം കിട്ടിയില്ല. അപ്പം നമ്മളെന്ത് ചെയ്യുക, മാക്സിമം 1-2 തവണയൊക്കെ ഇങ്ങനെയൊക്കെ. ഞാൻ കേട്ടറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇംഗ്ലീഷിനെ കുറിച്ച്, നമ്മൾ സിലബസിനെ കുറിച്ച് ഒന്ന് നല്ല രീതിയിൽ അവെയർ ആകുന്നത് ഏറ്റവും നല്ലതാണ്, ക്വസ്റ്റ്യൻ പാറ്റേണിനെ കുറിച്ച്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് എനിക്ക് ഇംഗ്ലീഷ് പറ്റില്ല എന്നാ. ഞാൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ ടിക്ക് മാർക്ക് ഇട്ട് പോകുക. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഒന്നും വായിക്കാതൊക്കെ ചിലത് ഇടുന്നുണ്ട്. പക്ഷെ അത് അത്രത്തോളം സിമ്പിളാണെന്ന് പിന്നീടാണ് മനസ്സിലാക്കണം. അവിടെ ചെന്ന് എക്സാമിനൊക്കെ നമ്മൾ വായിച്ചതിന് ശേഷമാണ് ഇത് മനസ്സിലായത്. ഒന്നാമത് ഒരാൾ നമുക്ക് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു തന്നപ്പോൾ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തന്ന കാരണം നിങ്ങൾക്ക് ഇത് ഓർത്തെടുക്കാം. അന്ന് ഞങ്ങളോട് ആരും ഇത് പറഞ്ഞെന്നില്ലേ ഇനി. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാം. പക്ഷെ നമ്മൾ സെർച്ച് ചെയ്തും കണ്ടുപിടിക്കുന്നതിനൊക്കെ ഓരോ ലിമിറ്റേഷൻ ഉണ്ടാവും. നമ്മൾ അതിൻ്റെതായ ആ ഒരു സീരിയസ്നെസ്സിലെ ആ എക്സാമിനെ കാണുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും ഈ ഒരു സെഷന് നല്ല രീതിയിൽ സ്കോർ. നമ്മൾ എന്തായാലും പെഡഗോഗിയൊക്കെ ഒരു 15 മാർക്ക് എബോവ് നിങ്ങൾക്ക് ഇതിന് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം പെഡഗോഗി നമ്മൾ ഓൾറെഡി മറ്റ് ഭാഗങ്ങളിൽ പഠിക്കണം. കാരണം ഇതിലത്തെ പെഡഗോഗിയും അതിലത്തെ പെഡഗോഗിയും ഏകദേശം സെയിം ആയിരിക്കും. പിന്നെ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് സിമ്പിളായിരിക്കും. ഇതേപോലത്തെ 1-2 ഗ്രാമർ പാട്ടുകൾ ചോദിക്കാം. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസുകൾ, ചിലപ്പോൾ ഒരുപാട് ഗ്രാമർ പ്രിപ്പോസിഷൻസ്, ഇതൊക്കെ സിമ്പിളായിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒറ്റ റീഡിങ്ങിൽ നിങ്ങൾക്ക് ഫിസിക്സോ അല്ല ഇംഗ്ലീഷും മലയാളമൊക്കെ എന്ത് ചെയ്യാം, കവർ ചെയ്യാൻ പറ്റും. അപ്പം അതിന് സബ്ജക്റ്റിൻ്റെയും കാട്ടിലും കൂടി ഒന്നും കൂടി ശ്രദ്ധ കൊടുക്കുക. സബ്ജക്റ്റ് എടുക്കണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ സബ്ജക്റ്റ് ചിലപ്പോൾ ഇത്രത്തോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. കാരണം സബ്ജക്റ്റിൽ കുറച്ച് പെർസെൻറ്റേജ് എന്തായാലും ഈസി ലെവലായിരിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും അഡ്വാൻസ്ഡ് ലെവലായിരിക്കും. അപ്പോൾ നമ്മൾ ഈസി ലെവൽ ഓക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ ഈ ഒരു മലയാളത്തിൻ്റെയും കൂടി മാർക്കും ഇംഗ്ലീഷിൻ്റെ മാർക്കും കൂടി കിട്ടിയാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ഇതിന് ക്വാളിഫൈ ചെയ്യാനുള്ളൂ. പിന്നെ വെൽ പ്ലാൻഡ് ആയിരിക്കണം. എക്സാം കഴിഞ്ഞിറങ്ങുമ്പോഴും ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം, എനിക്ക് ഇത്രത്തോളം ആൻസർ ചെയ്യാം. കാരണം ഒരു നെഗറ്റീവ് മാർക്കും ഇല്ല ഇതിന്. അപ്പോൾ നമ്മൾ എക്സാം എഴുതി കഴിയുമ്പോൾ തന്നെ നമുക്ക് 82 മാർക്കാണ് OBC-ക്കാരത്. അപ്പോൾ ആ ഒരു ടാർഗറ്റ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിക്കണമെന്നുള്ള ഒരു കോൺഫിഡൻസോടുകൂടി ഇറങ്ങാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ഭാഗത്തെയും ഈസി പോർഷൻസ് കവർ ചെയ്യാം. ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ വെച്ചിട്ടും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നല്ലൊരു കേട്ടിട്ട് റിസൾട്ട് ഈ വർഷം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
അപ്പോൾ നിങ്ങളെല്ലാവരും ഞാനെടുത്ത തീരുമാനം പോലെ തന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സും വിജയിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്ന പോലെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്യുക. ഒന്നും നമുക്കാണെന്ന് വിചാരിച്ചിട്ട് പഠിക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് കിട്ടണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കുക. ഇത്രയുള്ളൂ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇനി എന്തെങ്കിലും മിസ്സേ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ്? വളരെ നന്നായിട്ട് എല്ലാ ഭാഗവും ടെക്സ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു മിസ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മിസ്റ്റേ കാറ്റഗറി 2ന്റെ സയൻസ് ഇല്ലേ, അതൊന്ന് സയൻസ് ആണോ? കാറ്റഗറി 2 കാറ്റഗറി 2 സയൻസ്. നമ്മൾ ഒന്നാമത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് അത് മിക്കവാറും ഇപ്പോൾ ഞങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അവസാന സമയത്ത് പ്രീവിയസ് ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതന്നെ ഒന്ന് റിവൈസ് ചെയ്താൽ നമുക്ക് ഏകദേശം, ഞാൻ പറഞ്ഞില്ലേ, ഈ സയൻസിലായാലും കുറച്ച് ഭാഗം മാത്രമേ എന്തുണ്ടാവുള്ളൂ. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിക്സ് ആ സെക്ഷനിൽ കുറച്ച് ഭാഗമേ നമ്മളെ സബ്ജക്റ്റ് ചോദിക്കുള്ളൂ. ബാക്കി പെഡഗോഗി പാട്ടാണ്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നത് അത്ര കുറച്ച് നമുക്ക് നേടിയാൽ മതി. പക്ഷെ അതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പെഡഗോഗി പാട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളി ഒരു മാത്സ് എന്ന് പറയുമ്പോൾ അത് ഫുള്ളി മാത്സ് അല്ല, അതിൽ കുറച്ച് ഭാഗം എന്താണ്, പെഡഗോഗി പാട്ടാണ്. അത് നമുക്ക് ഏത് രൂപത്തിൽ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഇപ്പോൾ സാധാരണ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഏത് രൂപത്തിലാണ് നമ്മൾ, ഏത് മെത്തേഡാണ് കുട്ടികൾക്ക് ഇഷ്ടം, എക്സ്പെരിമെന്റൽ മെത്തേഡ്, അങ്ങനത്തെ ഒക്കെ സിമ്പിളായിട്ട് നമ്മൾ സയൻസിൽ ഓരോ കൺസെപ്റ്റ് തന്നിട്ടായിരിക്കും അവർ ചോദിക്കുക. വളരെ കുറച്ച് ഭാഗം മാത്രമേ എന്തുണ്ടാവുള്ളൂ, സയൻസ് ചോദിക്കുക. അതിലിപ്പോൾ കാറ്റഗറി 2 ആകുമ്പോൾ നമ്മളെ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ചും കൂടി 5, 6 ലെവലിലുള്ള, 6, 7 ആ ഒരു ലെവലിലുള്ള ബയോളജി. ഇപ്പൊ നമ്മള് ഈ ബാച്ചിലുള്ള ആളുകൾ ഒന്നെങ്കിൽ ഫിസിക്സ് ഓറിയന്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ കെമിസ്ട്രി ഓറിയന്റഡ്. ആ ഒരു സെക്ഷൻ നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഈ ബയോളജി വരുന്ന കാണാനാണ് നമുക്ക് എന്താ ഉണ്ടാകുക, ചെറിയൊരു പ്രശ്നം. പക്ഷെ അത് ആകെ 2 or 3 ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് വല്ലാണ്ട് ബോധേഡാകണ്ട. ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ മതി. അതന്നെ അതിൽ എത്രത്തോളം അവരത്രക്ക് കുറച്ച് അത് ചോദിക്കണുള്ളൂ. ചിലപ്പോൾ ഇൻ കേസ് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചത് തന്നെ ആയിരിക്കും വരിക. അത്രയും കുറച്ച് ക്വസ്റ്റ്യൻസേ അതിൽ നിന്നൊക്കെ വരുന്നുള്ളൂ. കാരണം എല്ലാ കാറ്റഗറിയിലും പെഡഗോഗി പാട്ടിന് നല്ല അത്യാവശ്യം റേഞ്ച് മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അത്ര വലിയ പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഫിസിക്സോ ഒരു കെമിസ്ട്രിയോ നമ്മൾ തറവാണ്. പിന്നെ കുറച്ച് പ്രോബ്ലംസ് എന്ത് ചെയ്യുക, ഒന്ന് അവരാ ഒരു പാറ്റേൺ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പം മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഇപ്പം ഞാനൊക്കെ ചെയ്യാറ്, ഇപ്പം നമുക്ക് എഴുതിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പം എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫോണിൽ സേവ് ചെയ്തിട്ട് ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് നമ്മൾ സേവ് ചെയ്ത്, എന്നിട്ട് എക്സാമിൻ്റെ തലേന്നൊക്കെ ആയിട്ട് ഒറ്റ റീഡിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യും, എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളെ കയ്യിൽ കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ നമുക്ക് തന്നെ മടിയാണ് എഴുതിയെടുക്കുക. ഫോണിൽ എല്ലാ കാര്യവും ഉള്ള കാരണം നമുക്ക് എഴുതിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ഞാനൊക്കെ ചെയ്യാറ് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇതിൻ്റെ സൈക്കോളജി പുതിയൊരു ക്വസ്റ്റ്യൻ, പുതിയ രീതിയിലൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതൊരു പ്രത്യേക ഫോൾഡറിൽ നമ്മൾ സേവ് ചെയ്തേക്കുക. എന്തായാലും ഈസി, നമുക്ക് ഒറ്റ വായനയിൽ ഇപ്പോൾ നമ്മൾ പഠിച്ച അറിവ് വെച്ചിട്ട് കിട്ടുന്നതൊന്നും നമ്മൾ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ നമുക്ക് ഒറ്റ വായനയിൽ കിട്ടാത്ത എല്ലാ ഭാഗങ്ങളും നിങ്ങൾ എന്ത് ചെയ്യാം, വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓരോ ഫോൾഡറിലാക്കി. ഇപ്പോൾ സയൻസിന് ഒരു ഫോൾഡർ, സൈക്കോളജി, പെഡഗോഗി, അങ്ങനെ ആയ നമ്മളെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒന്നും മിസ്സാവില്ല. എല്ലാം നമ്മളെ കയ്യിൽ കിട്ടുന്ന രൂപത്തിലായിരിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്തായാലും നോക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സൈക്കോളജി ആയാലും മാക്സിമം നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് അവരാ ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മളെ കയ്യിൽ കിട്ടിയാൽ ഒരു ചോദ്യം തന്നെ ഏതൊക്കെ രൂപത്തിലാണ് ചോദിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ലെവലും കണ്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഏത് രൂപത്തിൽ ചോദിച്ചാലും നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും.
ഇപ്പൊ ഏകദേശം എല്ലാത്തിന്റെ ആൻസർ സെയിം ആണ്, പക്ഷെ അവർ ക്വസ്റ്റ്യനിന്റെ പാറ്റേണുകൾ ഇങ്ങനെ മാറ്റി ചോദിക്കണമെന്നുള്ളൂ. നമ്മൾ അവരെ പാറ്റേണക്ക് നമ്മൾ മാറുക, മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, ഈ ഒരു രീതി അഡോപ്റ്റ് ചെയ്യാം. എഴുതിയെടുക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഒറ്റ വായനയിൽ സോൾവ് ചെയ്യുമ്പോൾ കിട്ടാത്തത് ഇനി അടുത്ത തവണ എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ആ ഒരു രീതിയിൽ നമ്മളത് സേവ് ചെയ്തേക്കുക. അപ്പോൾ ആ സയൻസിന്റെ സെക്ഷൻ വേണമെങ്കിൽ മിസ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ തരുന്നുണ്ട് ഇൻഷാല്ലാ. അത് തെസ്നിയാണ്, അവളെ മാത്സ് അല്ലേ സബ്ജക്റ്റ്, അപ്പൊ അവൾക്ക് കാറ്റഗറി 2 സയൻസ്. ആ അപ്പൊ കാറ്റഗറി 2 മാത്സിന് അത്യാവശ്യം തന്നെ സിമ്പിൾ ആയിട്ടുള്ള 2 ആണ് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. അപ്പൊ നിനക്ക് ഏകദേശം 25 മാർക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റിയാലും ഈ ഫിസിക്സ് ഓർ കെമിസ്ട്രി അതിൻ്റെയൊക്കെ പെഡഗോഗി പാർട്ട് നമുക്കത് സിമ്പിൾ ആയിരിക്കും. അപ്പൊ അതിൽ എനിക്ക് തോന്നുന്നത് അത്ര വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. നിങ്ങൾ മാത്സ് ആയിരിക്കും അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടിട്ട് സയൻസ് ആയിരിക്കും, മാത്സ് ആയിരിക്കും, സോഷ്യലായിരിക്കും ഏകദേശമൊക്കെ സിമ്പിളാണ് ക്വാളിഫൈ ചെയ്യാൻ. എന്നാലും ഒന്ന് ബുദ്ധിമുട്ട് ഞാൻ കാണുന്നത് ഇംഗ്ലീഷുകാർക്കാണ്. പക്ഷെ സയൻസുകാരും മാത്സുകാർക്കും സോഷ്യലായിരിക്കും ഒക്കെ അവർ ഫുള്ളി സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഈസി, അത് ക്വാളിഫൈ ചെയ്യാത്തത് അത്രയും ട്രൈ ചെയ്യാത്തതുകൊണ്ടാന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത്രയും സിമ്പിളായിട്ട് തന്നെയാണ് അവർ ചോദിക്കുന്നത്. ഇംഗ്ലീഷ് പാട്ടും മലയാളം പാട്ടും ഒക്കെ കിട്ടിയാൽ തന്നെ നമുക്ക് കാറ്റഗറി എല്ലാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. കാരണം എത്ര നമുക്ക് അത്രയും പകുതി മാർക്കൊക്കെ നമ്മളോട് ക്വാളിഫൈ ചെയ്യാൻ പറയുന്നുള്ളൂ. അപ്പം അത് നമുക്ക് ചെയ്യാൻ പറ്റും തന്നെയാണ്. ആ ഒരു രീതിയിൽ നമുക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായാൽ മതി. എനിക്ക് വേണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്വസ്റ്റ്യനൊക്കെ സോൾവ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഇപ്പോൾ ഇനി സെറ്റ് വേണ്ടിയ ഫിസിക്സുമായി ബന്ധപ്പെട്ട ഏത് മെറ്റീരിയൽസും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പേഴ്സണലി ചോദിക്കാം. ഇപ്പോൾ സെറ്റിനൊക്കെ വേണ്ടിയ ഉള്ള ആളുകൾ ഫിസിക്സ് ഓറിയൻറ്റഡ് ആണെങ്കിൽ മെറ്റീരിയൽസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ് ആ രീതിയിൽ. എന്തായാലും നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാലോ അല്ലേ? അപ്പൊ ഓക്കെ, എല്ലാവരും എനിക്ക് വേണം, അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും അതിനു വേണ്ടി നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. എന്തായാലും എല്ലാവർക്കും കേട്ടിട്ട് കിട്ടട്ടെ.